സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡൽഹിയിലാണ്. ഓപ്ഷൻ എ ഡൽഹി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ദാക്ഷായണി വേലായുധനാണ്. ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ജനതയുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ഇന്ത്യൻ ജനതയുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് മൗലികാവകാശങ്ങൾ. ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വിദ്യാഭ്യാസം, ജലസേചനം, ആരോഗ്യം, റെയിൽവേ എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റെയിൽവേ. ഓപ്ഷൻ ഡി റെയിൽവേ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി പി ബി സാവന്ത് ആണ്. പി ബി സാവന്ത്. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി പി ബി സാവന്ത്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 തരംതിരിക്കാം. ആനമുടിയുടെ ഉയരം. ആനമുടിയുടെ ഉയരം 2695 ആണ്. 2695. 2695 മീറ്റർ. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് മറയൂറാണ്. ഓപ്ഷൻ ബി മറയൂർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഓപ്ഷൻ ഡി ഇടുക്കി. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമറാണ്. ഓപ്ഷൻ ബി ബാമർ. കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം. കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഇടനാട്. ഓപ്ഷൻ എ ഇടനാട്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചി. ഓപ്ഷൻ സി പീച്ചി. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. ഓപ്ഷൻ സി കണ്ണൂർ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ആലട്ടി ചുരം. ഓപ്ഷൻ സി ആലട്ടി ചുരം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൺ ഗർത്തമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി പാമ്പാറാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, പാമ്പാർ. അടുത്ത ചോദ്യം: തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം സിറസ് മേഘങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സിറസ്.
ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരി. 2-ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തന്നിരിക്കുന്നത് നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു ശരിയാണ്. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു ശരിയാണ്. കർഷക സമരമായിരുന്നു ശരിയാണ്. അടുത്ത ചോദ്യം, റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. റൗലറ്റ് പ്രക്ഷോഭം തന്നിരിക്കുന്നത് സത്യപാൽ മല്ലിക്, മംഗൽ പാണ്ഡെ, വെല്ലിംഗ്ടൺ പ്രഭു, സൈഫുദ്ദീൻ കിജ്ലു. റൗലറ്റ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 4ഉമാണ്. 1ഉം 4ഉം സത്യപാൽ മാലിക്, സൈഫുദ്ദീൻ കിച്ലു എന്നിവരാണ്. സത്യപാൽ മാലിക്, സൈഫുദ്ദീൻ കിച്ലു. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീനിൻ്റെ ധർമ്മം. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ്. 2, 4. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരിയാണ്. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു ശരിയാണ്. അടുത്ത ചോദ്യം, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. പ്രിയങ്ക ഏത് വിളയുടെ വിത്താണ്? പ്രിയങ്ക. ഓപ്ഷൻ സി ആണ് ഉത്തരം. പാവലാണ്. ഓപ്ഷൻ സി പാവൽ. ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 61ാം ഭേദഗതി. വോട്ട് ചെയ്യുവാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. ഏത് ഭേദഗതിയാണ്? 61ാം ഭേദഗതി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിലെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി. ഓപ്ഷൻ ഡി ജർമ്മനി. രാജ്യസഭയുടെ കാലാവധി എത്ര? രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. യെല്ലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യെല്ലോ റേറ്റിംഗ് ചെസ് ആണ്. ചെസ്. യെല്ലോ റേറ്റിംഗ് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി എന്നിവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1992 ആണ്. 1992. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയതിന് അനുശാസന പർവം എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കിയതിന് അനുശാസ പർവം അല്ലെങ്കിൽ അച്ചടക്കത്തിൻ്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
വിനോബ ഭാവെയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വിനോബ ഭാവെ. 1956 സംസ്ഥാന പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? 1956 സംസ്ഥാന പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 14. ഓപ്ഷൻ എ 14. ഇംഗ്ലീഷുകാർക്കെതിരെ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? ആറ്റിങ്ങൽ കലാപം 1721. 1721. ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ ആര്? ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലബാർ ഹിൽസ് മുംബൈ. ഓപ്ഷൻ ബി മുംബൈ. 2023 യോഗാ ദിനത്തിൽ UN ആസ്ഥാനത്ത് നടന്ന യോഗ സെഷന് നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കമ്പാലത്തറയിലാണ്. കമ്പാലത്തറയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഓപ്ഷൻ എ കമ്പാലത്തറ. രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം? കേരളം. രാജ്യത്ത് ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം? പോളവാരം ജലസേചന പദ്ധതി ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. പോളവാരം ജലസേചന പദ്ധതി ആന്ധ്രാപ്രദേശ്. യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയ കാംഗ്ര തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കാംഗ്ര തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയായ മിഷ്ടി ലക്ഷ്യമിടുന്നത് എന്തിൻ്റെ സംരക്ഷണമാണ്? മിഷ്ടി കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ്. കണ്ടൽ കാടുകൾ. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആര്? ജഗ്ദീപ് ധൻകറാണ്. ജഗ്ദീപ് ധൻകർ. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻകർ. എത്ര വർഷത്തേക്കാണ് 106ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? എത്ര വർഷത്തേക്കാണ്? 15 വർഷത്തേക്കാണ്. ഏത് ഭേദഗതിയാണ്? 106ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. എത്ര വർഷത്തേക്ക്? 15 വർഷത്തേക്ക്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം? ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടക. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ നാണയമാണ് പുറത്തിറക്കിയത്. 1857 കലാപ കേന്ദ്രങ്ങളും നേതാക്കരെയും തന്നിരിക്കുന്നു. ശരിയായവ ഏത്? ബറേലി ഖാൻ ബഹാദൂർ ഖാൻ, അലഹബാദ് മൗലവി ലിയാഖത്ത് അലി, ആര കൻവർ സിംഗ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ഖാൻ, അലഹബാദിലെ മൗലവി ലിയാഖത്ത് അലി, ആരയിലെ കൻവർ സിംഗ്, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. അടുത്ത ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? തന്നിരിക്കുന്നു. 1972 ജനുവരി 26 രൂപീകരിച്ചു. കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല, ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ട.
1972 ജനുവരി 26 രൂപീകരിച്ചു. ശരിയാണ്. കേരളത്തിൻ്റെ പഴക്കൂട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കി ജില്ലയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണം. ഓപ്ഷൻ സി വിസരണം. അവസാനത്തെ ചോദ്യം. ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. കുമരകം പക്ഷി സങ്കേതം കോട്ടയം, അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. ഇതിൽ ശരിയായത് ഏത് എന്താണ് ചോദ്യം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. 4ഉം ശരിയാണ്. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. 50 ചോദ്യങ്ങളാണ് നോക്കിയത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.